പ്രിയമുള്ളവര്, പ്രിയമുള്ള ആശാ സഹോദരന്മാരെ, ഒരു രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച, ഒരുപക്ഷെ ലോകം ശ്രദ്ധിച്ച ഉജ്ജ്വലമായ ഒരു സമരത്തിന്റെ പോരാട്ട വിജയത്തിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ. അതിന്റെ ആഘോഷമാണ് നിങ്ങൾ. ആ ആഘോഷത്തിന്റെ ഒരു ആവേശം എനിക്ക് എൻ്റെ മുമ്പിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരന്മാരുടെ മുഖത്തെല്ലാം ഞാനത് കാണുകയാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിൽക്കുന്നത്. ആശാവർക്കർമാർ, കേരളത്തിലെ സമൂഹം നിങ്ങളുടെ സേവനം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മലയാളി പോലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പകലില്ലാതെ, പ്രത്യേകിച്ചും കോവിഡിന്റെ കാലത്ത്, നിപ്പയുടെ കാലത്തൊക്കെ ഇവിടുത്തെ മനുഷ്യൻ പ്രാണഭയവുമായി വീടുകൾക്കുള്ളിൽ അടച്ചിട്ടിരുന്നപ്പോ പ്രാണനെ തൃണവൽക്കരിച്ചുകൊണ്ട്, നിങ്ങളുടെ ജീവൻ പോലും നിങ്ങൾ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും അത് അവഗണിച്ചുകൊണ്ട് ഇവിടുത്തെ മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയ ആ ഒരു ധീരമായ, ഒരു ത്യാഗോജ്വലമായ നിങ്ങളുടെ ഒരു മനസ്സുണ്ടല്ലോ, നിങ്ങളുടെ ആ പ്രവർത്തനമുണ്ടല്ലോ, അതിനോടുള്ള അനുഭവമാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത്. ഈ പൊതുസമൂഹം നിങ്ങളുടെ ആ അർത്ഥത്തിൽ കടപ്പെട്ടിരിക്കുകയാണ്. ആ നിങ്ങൾക്ക് അർഹമായ വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു സമരം, ഐതിഹാസികമായ ഒരു സമരം. ഈ തെരുവുകൾക്കൊരു വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ തെരുവുകൾക്ക്, ലോകത്തെമ്പാടുമുള്ള തെരുവുകൾക്കൊരു വലിയ പ്രാധാന്യമുണ്ട്. ആ തെരുവുകൾ എന്ന് പറയുന്നത് അശരണരായ മനുഷ്യരെ, ആലംബഹീനരായ മനുഷ്യരെ, നിസ്സരായ മനുഷ്യരെ, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു ഇടമാണ് തെരുവ്. ആ തെരുവുകളിലാണ് ലോകത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള വലിയ വലിയ കൂട്ടായ്മകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ആ തെരുവുകളിൽ നിന്നാണ് ചരിത്രത്തെ മാറ്റിമറിച്ചിട്ടുള്ള വലിയ വലിയ സമരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടെയും ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലുള്ള ഈ തെരുവിൽ ഒരുപാട് സമരങ്ങൾ കാലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് അവകാശ പോരാട്ടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെയും ഈ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആശാ സഹോദരിമാർ, നിങ്ങൾ ഈ തെരുവിലാണ് നിങ്ങളുടെ സമരം. അതൊരു ധീരമായ പോരാട്ടമായിരുന്നു. ഈ പൊതുസമൂഹത്തിന്റെ മനസ്സ് മുഴുവൻ, സമൂഹ മനസാക്ഷി മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ പിന്തുണയിൽ അത് നൽകിയ ഊർജ്ജത്തിലാണ് നിങ്ങളുടെ ഈ ഒരു സമരം. 266 ദിവസങ്ങൾ, ഏതാണ്ട് 1 വർഷത്തിനടുത്ത് നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുമെന്ന് പലരും കരുതിയ ഒരുപാട് പേർ നിരന്തരം നിങ്ങളെ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ തളർന്നു പോകാതെ നിങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു വിജയത്തിന്റെ നിമിഷമാണ് ഇന്നിപ്പോ ഇവിടെ ആഘോഷമായി മാറുന്നത്. നിങ്ങളുടെ ഈ സമരത്തിനൊപ്പം സമൂഹം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്കുണ്ട് എന്ന് അത് തിരിച്ചറിയാതെ പോയ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അത് കാണാതെ പോയ, കണ്ടില്ല എന്ന് നടിച്ചവർക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. നിങ്ങളെ അവഗണിച്ച, പലപ്പോഴും അപഹസിച്ച ഒരു മുൻ ഗവൺമെന്റ് ഇവിടെ നിന്ന് ഒഴുകിപ്പോകുമ്പോ ആ ഒഴുകിപ്പോകുന്നതിന് നിങ്ങൾ പാവപ്പെട്ട ഈ സഹോദരന്മാരുടെ കണ്ണുനീരിന്റെ പുഴ ആണ് അത് ഒഴുക്കിക്കളഞ്ഞത് എന്ന് ഞാൻ പറയും. ഞാൻ പല അധികാരികളോടും അതിനോടൊപ്പം നിന്നപ്പോ ഞാനൊരു സഹയാത്രികനായിരുന്നു കുറെ കാലം. ആ പ്രസ്ഥാനത്തോടൊപ്പം അതിന്റെ സഹയാത്രികനായിരുന്നപ്പോൾ പലരോടും, ഉത്തരവാദിത്തപ്പെട്ട പലരോടും പല കുറി ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. ശ്രീ വി പ്രകാശൊക്കെ അതിനെ കുറിച്ച് അറിയാം. പക്ഷെ അവരൊക്കെ അപ്പോഴൊക്കെ എന്നെ ചില കണക്കുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊച്ചിയിൽ നടക്കുന്ന ഒരു മഹാ സാംസ്കാരിക സംഗമം ഡിസംബറിൽ നടക്കാൻ പോകുന്നതിന്റെ ഒരു ആലോചനാ യോഗത്തിൽ കോടികൾ മുടക്കി മാനവികതയും മനുഷ്യ സ്നേഹവും സഹജീവികളെ ചേർത്ത് പിടിക്കലുമൊക്കെ വിഷയമാക്കിയുള്ള ലോകസമാധാനവും മനുഷ്യ സ്നേഹവും മാനവികതയും ഒക്കെ വിഷയമാക്കിയുള്ള ഒരു അന്താരാഷ്ട്ര സംഗമം നടക്കുന്നു. ആ ചർച്ചാവേദികൾ, സാംസ്കാരിക സിംഹങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്ന ഒരു ചർച്ചാവേദികൾ ആണ് നമ്മുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ട് ആദരണീയനായിട്ടുള്ള സഖാവ് എം എ ബേബി ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹത്തോടാണ് ആദരണീയനായ ഇന്നത്തെ സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ ഉണ്ടായിരുന്ന ഒരു മീറ്റിംഗിലാണ്. സാംസ്കാരിക സ്ഥാപനങ്ങളുടെ മുഴുവൻ ചെയർമാൻമാരുണ്ടായിരുന്ന, മറ്റ് ഭാരവാഹികളുണ്ടായിരുന്ന, സാരഥികളുണ്ടായിരുന്ന ആ വേദിയിലാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു നല്ല ആശയമാണ്, ഗംഭീരമായ ആശയമാണ്. ലോകത്തിന് മുമ്പിൽ നമ്മൾ കൊടുക്കുന്ന ഒരു നല്ല ആശയമാണ് മനുഷ്യ സ്നേഹത്തെക്കുറിച്ച്. നമ്മളിത് നടത്തുമ്പോൾ, ഈ കോടികൾ മുടക്കി ഇത് നടത്തുമ്പോൾ, ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ കുറെ പാവപ്പെട്ട സഹോദരന്മാർ കുറെ ദിവസമായി മഴയും വെയിലും ഒക്കെ അവഗണിച്ച് ഒരു താൽപ്പാലിൻ പോലും കിട്ടാൻ അനുവാദമില്ലാതെ, അവരിങ്ങനെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിർവഹിക്കാൻ അവസരമില്ലാതെ
അവരൊരു വലിയ പോരാട്ടം, ഒരു സമരത്തിന്റെ പാതയാണ്. ആ സമരം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അത് എത്രയും നേരം അങ്ങ് ഇടപെട്ട് അത് പരിഹരിക്കാൻ അതിന് ഇടപെടണം എന്ന് വളരെ വിനീതമായ ഒരു അഭ്യർത്ഥന. അത് പിറ്റേ ദിവസം പത്രങ്ങളിൽ വാർത്തയായി. എന്തുതന്നെയായിരുന്നാലും ശരി, ഇവിടെ പോയി വിശേഷിപ്പിച്ചതുപോലെ ഒരു രക്തസാക്ഷി പരിരക്ഷയൊന്നുമിരിക്കില്ല. അതൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയിലുള്ള എന്തോ ഒരു വികാരമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചത്. ഒരു കലാപ്രവർത്തകൻ എന്നുള്ള ഒരു വികാരമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചത്. അത് ഒരു സാക്ഷി പരിരക്ഷയൊന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷേ അത് പറയേണ്ടതാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ എനിക്കൊരു സ്ഥാനമാനങ്ങൾ എന്റെ വിഷയമായിരുന്നത്. പക്ഷേ സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കാനാണെങ്കിൽ മറ്റുള്ളവരൊക്കെ നിശബ്ദമായിരുന്നത് പോലെ എനിക്കും നിശബ്ദമായിരിക്കാമായിരുന്നു. ഞാനത് ചെയ്തില്ല. കാരണം എന്റെ ഏറ്റവും വലിയ എന്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് എന്റെ ഏറ്റവും വലിയ പ്രചോദനം. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ള ക്രിസ്തു. ക്രിസ്തു പറഞ്ഞത് നിന്നെ പോലെ നീ ക്രിസ്ത്യാനിയെ സ്നേഹിക്കണമെന്നല്ല, മറ്റു മനുഷ്യരെ, നിന്റെ കൂട്ടുകാരെ, അയൽക്കാരെ, മറ്റുള്ളവരെ, മറ്റു മനുഷ്യരെ സ്നേഹിക്കണം. അതാണ് ക്രിസ്തു പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ മനുഷ്യരെ ആശ്വസിപ്പിക്കണം. ആ ക്രിസ്തുവാണ് എന്റെ പ്രചോദനം. ആ ധാർമ്മികത ഉള്ളിലുള്ളത് കൊണ്ടാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇതെനിക്ക് പറയേണ്ടി വന്നത്. അത് പറഞ്ഞു, ഇനിയും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു സമരം വിജയം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നാടുകളിൽ നടന്ന മുല്ലപ്പൂ സമരം, മുല്ലപ്പൂ വിപ്ലവം, അതിനുപോലെ ഒരു ചെറിയ കൂട്ടായ്മയിൽ തുടങ്ങി ഒരു ഭരണകൂടത്തെ മുഴുവൻ മാറ്റിമറിച്ചത് ആണ്. ഇവിടെയും ഒരു ഭരണകൂടത്തെ തന്നെ മാറ്റിമറിക്കാൻ, പുതിയൊന്നിനെ രൂപപ്പെടുത്തിയെടുക്കാനൊക്കെ നിർണായകമായ സ്വാധീനം നടത്താൻ ഈ ഒരു സമരത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു തിരിച്ചറിവാണ്. പക്ഷെ ചരിത്രം പലപ്പോഴും നമ്മുടെ ഭരണകൂടങ്ങളൊക്കെ കണ്ടില്ല എന്ന് പഠിക്കും. അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. അവർ തിരിക്കാൻ പോലും തയ്യാറാവുകയില്ല. അതാണ് ചരിത്രം. പക്ഷെ ഇനി അങ്ങനെ ഒരു ചരിത്രം ആവർത്തിക്കരുത്. ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടവും ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന യാതൊരു ഒക്കെ എത്രയും വേഗം അത് നടപ്പാക്കാൻ, അവരുടെ എല്ലാ പ്രഖ്യാപനങ്ങളും ധീരമായി നടപ്പാക്കാനുള്ള ആർജവം കാട്ടേണ്ടതുണ്ട്. അവർ കാട്ടും എന്ന് തന്നെയാണ് പുതിയ ഒരു ഭരണകൂടം അത് ചുമതല നിൽക്കുമ്പോൾ അങ്ങനെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. ഒപ്പം ഈ സമരം നൽകുന്ന മറ്റൊരു വലിയ സന്തോഷമുണ്ട്. അത് ഈ സമൂഹത്തിൽ ഇവിടെ ഇനിയും തൊഴിലാളി വർഗം, ഒരുപാട് തൊഴിലാളികൾ, അസംഘടിത മേഖലയിൽ അസംഘടിതരായിട്ടുള്ള ഒരുപാട് തൊഴിലാളികളുണ്ട്. അവർക്ക് അവരുടെ ധീരമായ ആംശകൾ, അവരുടെ അർഹമായ ആംശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് വലിയ കരുത്ത് പകരുന്നതാണ്, ആവേശം പകരുന്നതാണ്. അവർ സംഘടിക്കാനും സംഘടിച്ച് ശക്തരാകാനും ഒക്കെയുള്ള ഒരു വലിയ പ്രചോദനം നൽകുന്നത് കൂടിയായിട്ട് ഈ സമരം മാറുന്നു. ഈ പോരാട്ടങ്ങളിലൂടെയും ധീരമായ സമരങ്ങളിലൂടെയും ഒക്കെ ആർജിച്ച ഊർജത്തിൽ പിൽക്കാലത്ത് അധികാരത്തിൽ വരുന്നവർ, ഭരണകൂടങ്ങൾ സ്ഥാപിക്കുന്നവർ, ഭരണാധികാരികളായി മാറുന്നവർ പിന്നീട് സമരത്തോട് കാണിക്കുന്ന സമീപനം ഒരിക്കലും ആശാസമരത്തോട് കാട്ടിയതുപോലെയുള്ള അത്തരം അവഗണനയും അവഹേളനവും നിറഞ്ഞ നിഷേധാത്മകമായ സമീപനങ്ങളാകരുത് എന്ന് മാത്രം എല്ലാവരോടും അത് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇനിയും ഒക്കെ വരുന്ന എല്ലാ അധികാരികളോടും അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് തന്നെയാണ് നൽകുന്ന ഒരു സന്ദേശം. ഇതുപോലെയുള്ള മറ്റു മേഖലകളിലും പ്രവർത്തിക്കുന്ന മുഴുവൻ പേരെയും സംഘടിക്കാനും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ ഉള്ള ഒരു ധാർമ്മികമായ ശക്തി പകർന്നു നൽകുന്ന ഒന്നായി കൂടി ഈ ഒരു വിജയം മാറുകയാണ്. ഇതിന് പിന്നിൽ ഇതിന് ധീരമായ നേതൃത്വം നൽകിയവരെ മുഴുവൻ പ്രിയപ്പെട്ട ശ്രീമതി മിനി, ശ്രീമതി ബിന്ദു, അവരെല്ലാം ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 266 ദിവസം നീണ്ടുനിന്ന ഈ സമരം എനിക്ക് വെച്ചത് വിട്ടുപോകുമെന്ന് പറഞ്ഞത് കരുതിയ സമരം. പക്ഷേ ദൃഢാശയം അതൊന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു സമരം ഇത്രയും ദിവസം നീണ്ടുനിന്നതും അതൊരു വിജയത്തിലേക്ക് പര്യവസാനിക്കുന്നതും എന്ന് കൂടി അഭിമാനത്തോടുകൂടി ഓർത്തുകൊണ്ട് അതുകൂടി ഈ ഒരു സമയത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഒരു അർത്ഥബോധവും നിസ്വാർത്ഥമായ നിങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളെയും നിങ്ങൾ നൽകിയ നേതൃത്വത്തെയും അതൊരു സ്വാർത്ഥ താല്പര്യം ഒട്ടുമില്ലാതെ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഒരു താൽക്കാലം കെട്ടിയപ്പോൾ ഞങ്ങൾക്കറിയാം അത് അഴിച്ചു മാറ്റാനുള്ള ഉത്തരവുണ്ടായി. മഴയും വെയിലും ഒക്കെ നിങ്ങൾ വന്നു. തണുപ്പത്ത് തെരുവിൽ പ്രാഥമിക ആവശ്യകതയ്ക്കുള്ള സൗകര്യങ്ങളില്ലാതെ നിങ്ങൾ നടത്തിയത് ഒരു ചരിത്രപരമായ, അത് എത്രയും വിശേഷിപ്പിച്ചാലും കഴിയാത്ത ഉജ്ജ്വലമായ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ പേരെയും ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആശാ സഹോദരന്മാരെ മുഴുവൻ സ്നേഹത്തോടെ ഹൃദയത്തോടെ ചേർത്ത് നിർത്തി അഭിവാദ്യം അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഔപചാരികതയുടെ പേരിൽ മാത്രം അത് നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. നിങ്ങൾക്കെല്ലാം എന്റെ അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. താങ്ക് യു.